സുമിത്ര ടീച്ചറെ, ഇവിടെ പോലീസുകാർ വന്നിരുന്നു. എന്തിനാ? സുമിത്രയെ അന്വേഷിച്ച്. സുകുമാരന്റെ കൊലപാതക കേസ് സംബന്ധിച്ച് സുമിത്രയെ കൂടി ചോദ്യം ചെയ്യണമെന്ന്. സുമിത്രയോട് നാളെ പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലണമെന്ന് പറഞ്ഞു. സതീട്ടൻ രാജേന്ദ്രനെ വിവരം അറിയിച്ചിട്ടുണ്ട്. കൊലയാളിയായിരുന്നു വ്യക്തമായ സൂചനകൾ ലഭിച്ചു കഴിഞ്ഞു. ഈ കർച്ചീഫ് നിങ്ങളുടേതാണോ? അതെ. ഇതെങ്ങനെ ഞങ്ങളുടെ കയ്യിൽ വന്നു? സുമിത്ര എന്തിനാ പരിഭ്രമിക്കുന്നത്? എനിക്ക് പരിഭ്രമമൊന്നുമില്ല. സുമിത്രയുടെ ബ്ലഡ് ഗ്രൂപ്പ് ഏതാണ്? ബി പോസിറ്റീവ്. ഈ കർച്ചീഫിലെ രക്തകറ എ നെഗറ്റീവാണ്. മരിച്ച സുകുമാരന്റെ രക്തവും എ നെഗറ്റീവായിരുന്നു. ഇനി ഈ കർച്ചീഫ് എവിടെ നിന്ന് കിട്ടിയെന്ന് പറയട്ടെ. സുകുമാരൻ മരിച്ചു കിടന്ന മുറിയിൽ നിന്ന്. പറയൂ, സുമിത്ര എന്തിനാണ് സുകുമാരനെ കൊന്നത്? ഞാനല്ല സുകുമാരനെ കൊന്നത്. പിന്നെ ആരാണ്? എനിക്കറിയില്ല. സ്കൂൾ കാമ്പസിൽ നിങ്ങൾ തമ്മിൽ സംസാരിച്ച് നിൽക്കുന്നത് കണ്ടവരുണ്ട്. ബസ് സ്റ്റോപ്പിൽ വെച്ച് പലതവണ സംസാരിക്കുന്നതും കണ്ടവരുണ്ട്. ഒരു ബന്ധവുമില്ലാത്ത ഒരാളോട് ഏതെങ്കിലും സ്ത്രീ അങ്ങനെ സംസാരിക്കുമെന്ന് സുമിത്ര കരുതുന്നുണ്ടോ? പറയൂ, ആ കഠാര എവിടെ? എനിക്കറിയില്ല. ഞാനല്ല അയാളെ കൊന്നത്. യു ആർ അണ്ടർ അറസ്റ്റ്. ആകെ നാണക്കേടായി. എങ്ങനെയെങ്കിലും അവളെ ജാമ്യത്തിലിറക്കണം. പാവം പെണ്ണ്, അവൾ ആകെ ഡിപ്രസ്ഡ് ആയിരിക്കുകയാണ്. നീ സമാധാനപ്പെട്. അവളെ ഇറക്കാനല്ലേ, നമുക്ക് വഴിയുണ്ടാക്കാം. എല്ലാവരും അറിഞ്ഞ സ്ഥിതിക്ക് ഇനി സുമിത്ര ഇവിടെ താമസിപ്പിക്കണ്ട. ഞാൻ നാട്ടിലേക്ക് കൊണ്ടുപോയിക്കോളാം. അതായിരിക്കും നല്ലത്. ഇവിടെ കഴിഞ്ഞാൽ അവളുടെ മനസ്സ് കൂടുതൽ വേദനിക്കുകയുള്ളൂ. അവളെവിടെ? മുറിയിലുണ്ട്. എപ്പോഴും കരച്ചില്ല. എന്തു പറഞ്ഞാലും അനുസരിക്കുന്നില്ല. സുകുമാരനെ കൊന്നത് സുമിത്ര അല്ലെന്ന് ഞങ്ങൾക്കറിയാം. നിനക്ക് ഒരാപത്തും വരാതെ ഞങ്ങൾ നോക്കിക്കോളാം. നോക്കൂ, നമുക്ക് നാട്ടിലേക്ക് പോവാം. അമ്മയും ശശികലയൊക്കെ കാണണ്ടേ? ഞാനിനി നാട്ടിലേക്കില്ല. എനിക്ക് ആരെയും കാണണ്ട. രാജേട്ടൻ എന്റെ അടുത്തുണ്ടായിരുന്നാ മതി. പിന്നെ സുമിത്ര ഒരു കാര്യം ചെയ്യണം. വീട്ടിൽ പോയി അമ്മയും ശശികലയൊക്കെ ഒന്ന് കാണണം. അവർക്കൊക്കെ സുമിത്രയെ കാണാൻ തിടുക്കമായിരിക്കും. സുമിത്രയ്ക്ക് ആപത്തൊന്നും സംഭവിച്ചില്ല എന്നറിഞ്ഞെങ്കിലല്ലേ അവർക്കൊക്കെ സമാധാനാവും. പൊയ്ക്കൊള്ളാം. ഞാൻ മൂലം നിങ്ങൾ അവമാനിക്കപ്പെട്ടു. ഇനി ഒരു ശല്യമായി ഞാനിവിടെ നിൽക്കുന്നില്ല. ആര് പറഞ്ഞു സുമിത്ര ഞങ്ങൾക്കൊരു ശല്യമാണെന്ന്? നിനക്ക് എത്ര നാൾ വേണമെങ്കിലും ഇവിടെ താമസിക്കാം. ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. ഒന്ന് നിർത്തൂ രാജേട്ടാ. നമുക്ക് സ്കൂളിൽ ഒന്ന് കയറിയിട്ട് പോവാം. വേണ്ട, ഇപ്പൊ സ്കൂളിൽ പോയി ആരെയും കാണാവുന്ന ഒരവസ്ഥയിലല്ല. ടീച്ചർ എന്താ സ്കൂളിൽ വരാത്തത്? ടീച്ചറിന് വരില്ലേ? എന്നേക്കാൾ നല്ല ടീച്ചർ ഇനി പങ്കജാഷിനെ പഠിപ്പിക്കാൻ വരും. പോവാം. പെട്ടെന്നൊരു ഷോക്കുണ്ടായി. ആ തളർച്ചയിൽ മയങ്ങാണ്. അമ്മേ, അമ്മേ,
അമ്മേ, അമ്മയുടെ മോളൊരു കൊലപാതകയല്ല അമ്മേ. അമ്മേ, അമ്മേ, കണ്ണു തുറക്കമ്മേ. സുമിത്രേ, പ്രതീക്ഷിക്കാതെ പലതും സംഭവിച്ചു കഴിഞ്ഞു. എല്ലാം നീ വരുത്തി വെച്ച വിനയാണ്. സുകുമാരന്റെ കൊലപാതകത്തിന് പിന്നിൽ നിനക്കറിയാവുന്ന എന്തൊക്കെയോ രഹസ്യങ്ങളുണ്ട്. അതെന്താണെന്ന് പറഞ്ഞെങ്കിലേ നിനക്ക് ഈ കേസിൽ നിന്ന് രക്ഷപ്പെടാനാവും. എന്നോടൊന്നും ചോദിക്കരുത്. ഞാനല്ല സുകുമാരനെ കൊന്നത്. തെളിവുകൾ നിനക്കെതിരാണ്. നിരപരാധിയായ എന്നെ ദൈവം ഒരിക്കലും ശിക്ഷിക്കില്ല. സത്യം എന്താന്ന് വെച്ചാ തുറന്നു പറ. സുകുമാരൻ മരിച്ച രാത്രി നീ അവിടെ പോയിരുന്നു. രാജേട്ടന് ഇനി എന്നെ വിശ്വാസമില്ലേ? നിന്റെ കർച്ചീഫ് എങ്ങനെ സുകുമാരന്റെ മുറിയിൽ വന്നു? കോടതി കയറാൻ തന്നെയാണോ നിന്റെ ഭാവം? ദൈവത്തിന്റെ ഇഷ്ടം അതാണെങ്കിൽ. ശിക്ഷിക്കപ്പെട്ടാൽ പിന്നെ ആളുകൾ നിന്റെ മുഖത്ത് നോക്കില്ല. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല രാജേട്ടാ. രക്ഷപ്പെടണമെങ്കിൽ മറച്ചു വെക്കുന്ന ആ സത്യം നീ തുറന്നു പറയണം. ഇല്ലെങ്കിൽ നമ്മൾ തമ്മിലുള്ള ബന്ധം ഇവിടെ അവസാനിക്കും. പോലീസും സമൂഹവും ഒരു കുറ്റവാളിയായി നിന്നെ മുദ്രയടിച്ചു. സ്വന്തം മനസാക്ഷിയെ പോലും നീ വഞ്ചിക്കുന്നു. രഹസ്യങ്ങൾ ഒരു കലവറയാണ് നിന്റെ മനസ്സ്. എല്ലാം മൂടി വെച്ചിട്ട് ഞങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ ശ്രമിക്കുകയാണ്. എല്ലാവരും വിഡികളാണെന്ന് ധരിക്കരുത് സുമിത്രേ. ഈ കൊലപാതകത്തിന് പിന്നിൽ നിനക്കറിയാവുന്ന ഒത്തിരി രഹസ്യങ്ങളുണ്ട്. അപ്പോ രാജേട്ടൻ എന്നെ കുറ്റവാളിയാക്കിയല്ലേ? സുമിത്രേ, ഒരു കാര്യം ചോദിച്ചോട്ടെ, കള്ളം പറയുന്നു. സുകുമാരനുമായി നിനക്ക് രഹസ്യബന്ധം ഉണ്ടായിരുന്നില്ലേ? രാജേട്ടാ, രാജേട്ടൻ എങ്ങനെ ഇത് പറയാൻ തോന്നി? പെയിന്റ് അടിച്ച് മനോഹരമാക്കിയ ഒരു ഹൃദയമാണ് നിനക്കുള്ളത്. ആ ഹൃദയം എനിക്ക് വേണ്ട. രാജേട്ടാ, സോറി, ഞാൻ പോകുന്നു. നിന്റെ ഭാവി നീ സ്വയം നശിപ്പിക്കുന്നു. എന്തിനും എന്റെയും ഭാവി കൂടി നശിപ്പിക്കണം? നിന്നോട് എനിക്ക് വെറുപ്പില്ല, സഹതാപം മാത്രം. വേണ്ട, നിങ്ങളുടെ സഹതാപവും സ്നേഹവും വേണ്ട. എത്രയൊക്കെ ഞാൻ സഹിച്ചു, ഇതും കൂടി സഹിച്ചുകൊള്ളാം. ഞാനിനി നിങ്ങൾക്ക് ഒരു ഭാരമാകുന്നില്ല. സുമിത്രയ്ക്ക് വേണ്ട, ആ വാക്കിനെ ഉരുവിടണ്ട. സുമിത്ര രാജേട്ടന്റെ ആരുമല്ല. എന്നാലും ആ രഹസ്യം പറയാൻ നീ തയ്യാറല്ല അല്ലേ? ഞാൻ പോകുന്നു. ഇനി ഒരിക്കലും ഈ പടി കയറില്ല.
ആലോചിച്ചിരിക്കുന്നേ? ഒന്നുമില്ല. എന്താ ഇത്? തുറന്നു നോക്ക്. പായസം. എന്താ വിശേഷം? ഒരു നല്ല വിശേഷമുണ്ട്. എനിക്ക് ജോലി കിട്ടി. അതെ, ഒടുവിൽ ദൈവം എന്നെ അനുഗ്രഹിച്ചു. നാളെ കഴിഞ്ഞ് ജോയിൻ ചെയ്യണം. എവിടെയാ? റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ LD ക്ലർക്ക്. ഇനി നിനക്ക് സന്തോഷിക്കാമല്ലോ. എങ്ങോട്ടാ? വെറുതെ വെളിയിലേക്ക്. സുമിത്രയുടെ ആ കേസൊക്കെ എങ്ങനെയായി? അറിയില്ല. നിനക്ക് അവിടെ വരെ പോയി ഒന്ന് അന്വേഷിച്ചുകൂടെ? അന്വേഷിക്കാം. ഇവിടെ ഇപ്പൊ സുമിത്രയും ബാബുവിനും തനിച്ചല്ലേ ഉള്ളൂ? രാജേന്ദ്രൻ ഇടയ്ക്കിടയ്ക്ക് വരാറില്ലേ? എന്ത് പറ്റി നിനക്ക്? ഞാൻ ഒറ്റപ്പെട്ടുപോയി. എല്ലാരും എന്നെ ഒറ്റപ്പെടുത്തി. ആര് പറഞ്ഞു സുമിത്ര ഒറ്റപ്പെട്ടെന്ന്? സുമിത്രയ്ക്ക് ഞങ്ങളുണ്ട്. പിന്നെ രാജേട്ടനില്ലേ? രാജേട്ടൻ ഇനി വരില്ല. രാജേട്ടൻ പിണങ്ങിപ്പോയി. എന്താ കാരണം? സുകുമാരനെ കൊന്നത് ഞാനാണെന്ന് രാജേട്ടൻ വിശ്വസിക്കുന്നു. സുമിത്ര സമാധാനായിരിക്കും. പിന്നെ ഈ കേസ് സംബന്ധിച്ച് ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരുമായി ഞാൻ സംസാരിച്ചിട്ടുണ്ട്. കൂടുതൽ അന്വേഷണത്തിനായി കേസ് ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. സമയം കിട്ടുമ്പോ സുമിത്ര വീട്ടിലേക്ക് വരും. പോകുന്ന വഴി ഞങ്ങൾ രാജനെ കാണുന്നുണ്ട്. ആ, എന്ത് പറ്റിയടാ ഇതിലേക്ക് വരാൻ? നിന്നെ ഒന്ന് കാണണമെന്ന് തോന്നി. എന്താ കുഞ്ഞിനെ കൊണ്ടുവരാഞ്ഞ്? അവൻ വന്ന വലിയ ശല്യമായിരിക്കും. അതുകൊണ്ട് അമ്മയെ ഏൽപ്പിച്ചിട്ട് പോന്നു. പിന്നെ ഞങ്ങൾ സുമിത്രയുടെ വീട്ടിൽ പോയിരുന്നു. നീ അവളുമായി പിണങ്ങിയെന്ന് കേട്ടു. നീ അവളെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു രാജ. സുകുമാരന്റെ കൊലപാതകത്തിന് പിന്നിൽ സുമിത്രയ്ക്കറിയാവുന്ന എന്തൊക്കെയോ രഹസ്യങ്ങളുണ്ട്. അവളത് മറച്ചു വെക്കുന്നു. ഈ രീതിയിൽ മുന്നോട്ട് പോയാൽ നമ്മളൊക്കെ വിഡ്ഢികളാവും. ആ രഹസ്യം പുറത്തു കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കണം. ശ്രമിച്ചു, എനിക്കാവുന്നിടത്തോളം. ഇനി വയ്യ. അവൾ നമ്മളെയൊക്കെ കുരങ്ങെടുപ്പിക്കാം. നീ ശോഭിക്കാതെ ആ രഹസ്യം തന്ത്രപൂർവ്വം നമ്മൾ പുറത്തിയായിരിക്കണം. നീ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. നീ സുമിത്ര വിവാഹം കഴിക്കണം. എന്നിട്ട് വേണം ഭാവി പരിപാടികൾ. വിവാഹമോ? അതിന് നടക്കില്ല. എന്താ രാജ ഇത്? ഒരിക്കൽ സുമിത്ര എന്റെ എല്ലാമായിരുന്നു. പക്ഷേ ഇന്നെനിക്ക് അവൾ ആരുമല്ല. അവൾ പാവണ്ട. നീ അവളെ കൈവിടരുത്. നിനക്കെന്താ അവളുടെ കാര്യത്തിൽ ഇത്ര താല്പര്യം? നീ എന്താ പറഞ്ഞ? നിനക്ക് വിവരവും വിദ്യാഭ്യാസം കൂടിപ്പോയുള്ള ദോഷമാണ്. നീ ചെയ്തോന്ന് വായു അറിഞ്ഞില്ലെന്ന് കരുതരുത്. മനസ്സിലായില്ല. നിന്റെ കാറിലല്ലടാ അവൾ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത്. അതിന് നീയും അവളും കൂടെ എവിടെയൊക്കെ പോയിട്ടുണ്ടെന്ന് എനിക്കറിയാം. വരൂ സതീട്ട, നമുക്ക് പോകാം. സതീട്ട വരൂ. സുമിത്ര വിവാഹം കഴിപ്പിക്കാൻ ഒരു ഉപദേശം വന്നിരിക്കുന്നു. അവളുടെ കാര്യത്തിൽ എന്താ നിനക്കെത്ര താല്പര്യം? നീ അവളും കൂടെ എവിടെയൊക്കെ പോയിട്ടുണ്ടെന്ന് എനിക്കറിയാം. വീട്ടിൽ ചെല്ലട്ടെ. രണ്ടിലൊന്നും അറിയണം. ഒന്നുകിൽ മാലിനി, അല്ലെങ്കിൽ സുമിത്ര. നമുക്ക് ബസ്സിൽ പോവാം ശശിയല്ലേ? ഹോസ്റ്റലിലേക്ക് അല്പം ദൂരല്ലേ ഉള്ളൂ. നമുക്ക് നടന്നു പോകാം. ബസ് കയറി വെറുതെ ചവിട്ടും തൊഴിയും കൊള്ളുന്ന എന്തിനാ? ആ ചവിട്ടും തൊഴിയൊക്കെ ഒരു രസമല്ലേ മോളെ? ആണുങ്ങളുടെ സൈഡിലേക്ക് മാറി നിന്നാ മതി. യാത്ര സുഖമായിരിക്കും. ആ സുഖമൊന്നും എനിക്ക് വേണ്ട. വേണ്ടെങ്കിൽ വേണ്ട. നിന്റെ ഇഷ്ടത്തിന് വിട്ടിരിക്കുന്നു. ശശിയല്ലേ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ഒന്നും മറച്ചു വെക്കാതെ തുറന്നു പറയണം. നീ ആരെങ്കിലും പ്രേമിച്ചിട്ടുണ്ടോ? ഇല്ല. വേണ്ട. ആരുടെയെങ്കിലും കൂടെ? ഇല്ല. വിവാഹം വരെ എന്റെ ശരീരവും മനസ്സും പവിത്രമായിരിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. നിനക്ക് കേൾക്കണോ? 16-ാമത്തെ വയസ്സിൽ എന്റെ ചാരിത്രം നഷ്ടപ്പെട്ടതാ. എനിക്കതിൽ ദുഃഖമൊന്നുമില്ല. ആണുങ്ങൾക്കാവാമെങ്കിൽ പിന്നെ നമുക്ക് എന്തുകൊണ്ടായിക്കൂടാ? പ്ലീസ്, നിന്റെ വായ നടക്കേ. ഓ, നീ ഒരു വിളഞ്ഞ വിത്ത് തന്നെ.
നിനക്ക് താല്പര്യമില്ലെങ്കിൽ ആ സബ്ജക്റ്റും വിട്ടിരിക്കുന്നു. ഇവിടെയാണ് ജോലിയല്ലേ? അതെ. രാജേട്ടൻ ഇവിടെ? ഇവിടെ അടുത്താണ് എന്റെ വീട്. ഓഹോ, എനിക്കറിയില്ലായിരുന്നു. എന്നെ മനസ്സിലായില്ലായിരിക്കും. ഞാൻ ലിസി തോമസ്. ശശികലയുടെ കൂടെയാണ് ജോലി. ഇവളോടൊപ്പം ഹോസ്റ്റലിൽ താമസിക്കുന്നു. വിവാഹിതയാണ്. ഭർത്താവിന് നാട്ടിൽ ബാങ്കിലാണ് ജോലി. കുട്ടികളൊന്നുമില്ല. ഞാൻ പറയാറില്ലേ ഒരു സുമിത്രയെ കുറിച്ച്? അവളുടെ രാജേന്ദ്രനാണോ? ശശികല എല്ലാം പറഞ്ഞിട്ടുണ്ട്. ബുദ്ധിമുട്ടില്ലെങ്കിൽ ശശികല വീട്ടിലേക്ക് വരൂ. വീട് ഇവിടെ അടുത്താണ്. പിന്നൊരിക്കലാവട്ടെ. ഇന്ന് വൈകി. താമസിച്ച മേട്രൻ വഴക്കു പറയും. സൗകര്യമുള്ള ദിവസം പറഞ്ഞാൽ ഞാൻ കാത്തു നിൽക്കാം. ശനിയാഴ്ച ഉച്ച കഴിഞ്ഞ് ഓഫാണ്. 2 മണിക്ക് വരാം. വരട്ടെ. സത്യം പറയടി, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും? അയ്യോ, ദേവദോഷം പറയരുത് ലിസി. പാവാ സുമിത്ര പെണ്ണ്. അയാൾക്ക് വേണ്ടിയാ ജീവിക്കുന്നത്. അവളിത് കേട്ടാ ഹൃദയം പൊട്ടി മരിക്കും.